Okay guys, we will start a season. But this season, I want two things to be very clear. First of all, we എല്ലാ നടന്മാരെയും കളിയാക്കുന്നതാണ്. സൂപ്പർ സ്റ്റാർസിനെ കളിയാക്കും, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അതുപോലെ തന്നെ ദേവ്ജി, റിയാസ് ഇക്ക, ഷാങ്ങി, നമ്മുടെ എല്ലാത്ത നടന്മാരെ എല്ലാവരെയും കളിയാക്കും. ആൻഡ് ഐ വോണ്ട് യു ടു നോ ദാറ്റ് നമ്മൾ ഈ കളിയാക്കുന്ന അവരുടെ പേഴ്സണൽ നേച്ചറിനോ അവരുടെ ആക്ടിങ് കാലിബറിനോ അല്ല. ഇവരൊക്കെ നല്ല നടന്മാരാണ്, അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഫീൽഡിലുള്ളത്. ഇപ്പോൾ റിയാസ് ഇക്ക തന്നെ പുള്ളിയുടെ ആക്ടിങ് കാലിബർ പറയുകയാണെങ്കിൽ ബാലേട്ടനോ മുംബൈ പോലീസോ പോലത്തുള്ള പടങ്ങൾ കണ്ടാൽ മതി. പക്ഷേ പലപ്പോഴും ഇവർ മോശ സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ മോശം ഡയറക്ടേഴ്സിൻ്റെ അടി വർക്ക് ചെയ്യുമ്പോൾ അവരിവരെ കൊണ്ട് കുറേ ഫണ്ണി കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അത് കളിയാക്കാൻ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിതിങ്ങനെ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. സോ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ്സ് വെരി ക്ലിയർ. ലെറ്റ് ദാറ്റ് ബി വെരി ക്ലിയർ. സെക്കൻഡ്ലി ഗൈസ്, ഈ സീസണിലെ മൂവീസ് എല്ലാം അപ്പൂപ്പൻ ഹാൻഡ് പിക്ക് ചെയ്തേക്കാണ്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ റെക്കമെൻഡേഷൻ ഇതെടുക്കാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ഓൾറെഡി അപ്പൂപ്പ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട വിയേർഡാണ്. പകുതി കൂടുതൽ ഞാൻ കേട്ടിട്ട് പോലുമില്ല. സോ ഈ സീസൺ കട്ട വിയേർഡായിരിക്കും. ബ്രേസ് യുവർ സെൽഫ്സ്. വെൽക്കം ടു സീസൺ 5. അപ്പോൾ എല്ലാവർക്കും ഫൊർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂളായ ചില മൂവീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സീസൺ 5ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സിനിമയാണ് ഹായ്. ആക്ച്വലി ഇന്നത്തെ സിനിമയുടെ പേര് ഹായ്. ഹായ്. ഒരു സമയം കളഞ്ഞില്ല, നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. പക്ഷേ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ സിനിമയുടെ ഡയറക്ടറിന് അടുത്തൊരു കാര്യം പറയണമെന്നുണ്ട്. ബ്രോ, നിങ്ങളൊരു സിനിമയ്ക്ക് ഹായ് എന്ന് പേരിടുകയാണെങ്കിൽ ആ പടം അവിടെ പൊട്ടി. അതിനി എത്ര നല്ല പടമാണെങ്കിലും അത്രയ്ക്ക് തൊട്ടിപ്പേര് ഹായ്. ഒട്ടും സമയങ്ങളല്ല, നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. സ്റ്റോറി. റിയാസ് ഇക്കയാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ. ആൻഡ് റിയാസ് ഇക്കയുടെ പേരാണ് റിയാസ് ഇക്കയ്ക്ക് എന്നെ കറക്റ്റായിട്ട് ഇറങ്ങികൂടാ. പടം തുടങ്ങുമ്പോൾ ഇക്ക വിനുവാ. പക്ഷെ പടത്തിന്റെ പകുതി വഴി വെച്ച് ഇക്ക വിഷ്ണുവോ? പിന്നെ തൃപ്തനെ സാറെന്ന് വിളിക്കുന്നത് വിഷ്ണു. പക്ഷെ പടം ത്രൂ ഔട്ട് ഇക്ക വാനക്കുന്നുണ്ട് അറിയാം. ഇക്ക വിനോദ് എന്നാ പറയണേ. വിഷ്ണു. പക്ഷെ പടം തീരാറാവുമ്പോ ഇക്കയുടെ ബാഡ്ജ് നോക്കി അറിയാം, അതിൽ എഴുതിയേക്കുന്ന വിനോദ് കുമാർ എന്താ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ വിനോദ് കുമാറിന്റെ പെറ്റ് നെയിമാണ് വിനു, വിഷ്ണു, വിനോദ്. അല്ല, ഇക്കയുടെ പേര് വിഷ്ണു പ്രസാദ് എന്ന്. വിഷ്ണു പ്രസാദ്. യെസ്, ഇക്കന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാൻ മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത്. പറക്കൊരു കിളിയെ പോലെ. വിനു/വിഷ്ണു കട്ട ക്യൂട്ടാണ്. വേണ്ട മോനെ, വേണ്ട മോനെ, ജോലി വേണം, ജോലി വേണം. അമ്മായി ഫിഷ് ഫ്രൈ. ഡിങ് 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 ഡിങ്. സാധാരണ മാസ് ഹീറോസിന് പഞ്ച് ഡയലോഗ്സ് ആണെങ്കിൽ വിനുവിന് പഞ്ച് ആക്ഷൻ. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി. ജോലിയും കൂലിയില്ലാതെ തെണ്ടി നടക്കുന്ന ഒരുത്തരാണ് വിനു. വേണ്ട മോനെ, വേണ്ട മോനെ, ജോലി വേണം, ജോലി വേണം. രാത്രിയാവുമ്പം ഇക്ക ടി വി വെച്ച് നോക്കുമ്പോൾ ന്യൂസ് വായിക്കുന്നത് ഇക്ക അന്നേ വരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ന്യൂസ് റീഡർ തൃപ്ത. അടുത്ത ദിവസം രാവിലെ ആവും, എന്നെ പോലത്തെ കുറച്ച് ക്രീപ്പി ഡൂഡ്സ് പോയിട്ട് തൃപ്തയുടെ കൈ പിടിക്കും. ഹലോ, ഞങ്ങൾ തൃപ്തയുടെ ആരാധകരാ. നിങ്ങളുടെ വാർത്താശ്രേണി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ഫ്രണ്ട്. പ്ലീസ് മിസ്റ്റർ, എന്റെ കൈ വിടൂ. വിടാനല്ലല്ലോ പിടിച്ചത്. വിടാനല്ലല്ലോ പിടിച്ചത്. ക്രീപ്പ് ഓഫ് ദ സെഞ്ചുറി. കറക്റ്റ് ടൈമിന് വിനു വന്നിട്ട് സിഗ്നേച്ചർ സ്റ്റെപ്പ് ഇട്ട് എല്ലാത്തിനും അടിച്ചിടും. ആൻഡ് ഈ ഇൻസിഡന്റോടെ വിനുവും തൃപ്തയും പരിചയപ്പെടും. ഹായ്, വിഷ്ണു പ്രസാദ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, അവന്മാരെ ഇനി വരില്ല. താങ്ക് യു സർ. ഞാൻ തൃപ്ത ന്യൂസ് റീഡർ അല്ലേ? സർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്. ഓ, എന്ത് ബിസിനസ്സാ? അതൊരു സീക്രട്ട് ആണ്. സീക്രട്ട് ഓഫ് മൈ ബിസിനസ്, സീക്രട്ട് ഓഫ് മൈ എനർജി, സീക്രട്ട് ഓഫ്. ഓക്കേ, ബൈ. അതൊരു സീക്രട്ട് ആണ്. സീക്രട്ട് ഓഫ് മൈ ബിസിനസ്, സീക്രട്ട് ഓഫ് മൈ എനർജി, സീക്രട്ട് ഓഫ്. ഓക്കേ, ബൈ. വിനുവിന് തൃപ്തയോട് ഭയങ്കര പ്രണയം. ആൻഡ് ഈ പ്രണയം തൃപ്തയൊന്ന് അറിയിച്ചാൽ മാത്രം മതി. ആൻഡ് ഇത് അറിയിക്കാനായി വിനു 4ാം ക്ലാസ്സിലെ പയ്യന്മാർ ഉപയോഗിക്കുന്ന കുറേ ചീപ്പ് ട്രിക്സും കൊണ്ടുവരും.
എന്നാൽ അല്പനേരം കണ്ണടച്ച് ഇഷ്ടക്കാരുടെ രൂപം എങ്ങനെയാണെന്ന് മനസ്സിൽ കാണാം. എന്നിട്ട് കണ്ണോർക്കുമ്പോൾ ആ രൂപം മുന്നിൽ തന്നെ കാണാം. 1 2 3. എവിടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരുമില്ലേ? പിന്നെ ഞാനാരാ? നിന്നെയോ? പോടാ കഴുതേ. പോടാ കഴുതേ. ഈ ഇൻസിഡന്റിന് ശേഷം ഹൃദയം തകർന്നിരിക്കുന്ന വിനുവിനോട് തൃപ്ത പറയും, ഏതോ ഒരു പെണ്ണിന് വിനുവിനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ആ കല്യാണക്കാര്യം ഡിസ്കസ് ചെയ്യാൻ തൃപ്തയുടെ വീട്ടിലോട്ട് വാ. അപ്പോ പെണ്ണ് കാണണ്ടേ? കാണണമല്ലോ. എന്നാ ഞാൻ ഇപ്പൊ വരാം. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് ഇക്ക നീറ്റ്ലി സമ്മറൈസസ്. നീ ആള് ഭയങ്കരയാണ്. പോയി അണിഞ്ഞൊരുങ്ങി നവോദനെ പോലെ വന്ന് എന്നെ പറ്റിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനാണ് ഈ നാടകം വളച്ചാട്ടം അല്ലേ? മുഖത്തോക്കി പറയാൻ നാടകമുണ്ടായിരിക്കും. വിഷ്ണു, പെണ്ണ് റെഡി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ വിനു കുറച്ച് ഹോട്ട് എയർ ബലൂൺ വാങ്ങിച്ച് അതിൽ ഗ്യാസ് നിറച്ച് അവളുടെ വീട്ടിന്റെ വെള്ളി പുറത്തു വിടും. പറയാനുള്ളത് പറഞ്ഞ കാര്യം പറയട്ടെ. സസ്പെൻസ് ഇടാതെ പറയുന്നെങ്കിൽ പറ. എന്നാലേ ആ സൈഡ് റൂമിലെ ജനലൊന്ന് തുറന്നു നോക്ക്. ഐ ലവ് യു തൃപ്ത എഴുതിയേക്കുന്ന ആ ഹോട്ട് എയർ ബലൂൺ കണ്ടിട്ട് അവൾക്ക് ഇന്നേ വരെ മനസ്സിലാവാത്ത 2 കാര്യങ്ങൾ മനസ്സിലാവും. 1, അവൾക്ക് ഇത്രയും നാൾ വിനുവിനെ ഇഷ്ടമായിരുന്നു എന്നും. 2, അവൾ ഇത്രയും നാൾ ന്യൂയോർക്കിലായിരുന്നു എന്നും. അത് ബ്രൂക്ലിൻ ബ്രിഡ്ജാ. ബ്രൂക്ലിൻ ബ്രിഡ്ജാ. ഇത് ഇവരുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ്സ് ആണ് ബാക്കി സിനിമ. അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. എൻ്റെ ഫേവറേറ്റ് സെഗ്മെന്റ് സോങ്സ്. ഗൈസ്, പക്ഷേ സോങ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കറിയാം, എനിക്കും വിനുവിനും നിങ്ങൾക്കും എല്ലാവർക്കും ഒരവസ്ഥയാണ്. ജോലി വേണം, ജോലി വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അബ്രോഡ് പോകണമെങ്കിൽ അയൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അയൽസിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ആംഗ്ലോവേഴ്സ് ഉപയോഗിക്കാം. ആംഗ്ലോവേഴ്സിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ അയൽസ് കോച്ചിങ് കിട്ടും. നോ ജനറലി നിങ്ങൾ അയൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോകുകയാണെങ്കിൽ 20 to 30 സ്റ്റുഡൻസ് ആയിരിക്കും ഒരു ബാച്ചിൽ. നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്ത് അവർ അറ്റൻഷൻ തരില്ല. പക്ഷേ ആംഗ്ലോവേഴ്സിലാണെങ്കിൽ 2 to 3 സ്റ്റുഡൻസ് മാക്സിമം പെർ ബാച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ട്യൂട്ടേഴ്സിന് നിങ്ങളുടെ പുറത്ത് പേഴ്സണലി ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് വീക്ക്ലി ഇവർക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഗ്രാമർ ടെസ്റ്റ് ഉണ്ട്, ഇവർ പേഴ്സണലൈസ് ഫീഡ്ബാക്ക് തരും. ആൻഡ് ഇതെല്ലാം നിങ്ങളുടെ അയൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഇവർക്ക് രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ടൈം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആംഗ്ലോവേഴ്സിൽ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സ് എല്ലാം 8 ബാൻഡ് വിന്നേഴ്സാണ്, അയൽസ് ഹൈ സ്കോറേഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് തന്നെ ആംഗ്ലോവേഴ്സിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആംഗ്ലോവേഴ്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണം. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. സോങ്സ്. ഫസ്റ്റ് സോങ് ആണ് ദ രസം സോങ്. കേൾക്കാനൊരു രസമില്ലാതുള്ളൂ, എല്ലാ ലൈനും തീരുന്ന രസത്തില്. I am not kidding, guys. Every fucking line ends in രസം. ആക്ച്വലി ഗൈസ് സോങ് കേൾക്കാൻ രസമില്ലാതെ ഞാൻ ചുമ്മാ പറയുകയാണ്. പോടാ, ഞാൻ സത്യം പറയും ഗൈസ്, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ കാലം കഴിയും. എനിക്കൊരു മടിയില്ല ഗൈസ്, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഈ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഐ മീൻ, വാട്ട് ഈസ് നോട്ട് ടു ലൈക്ക് ഇൻ ദി സോങ്? ഇക്കയുടെ ഡാൻസ് ടു ഗുഡ്. Exotic Amazon rain dance. Get expressions too good. Background dancers and expressions too good. Song in the feel too good.
പാട്ടിന്റെ പേര് ദിനവുകള മധുരസോ. ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലൊന്നും ഇല്ല, ആമസോൺ മ്യൂസിക്കിലുണ്ട്, കേട്ടോ. രണ്ടാമത്തെ സോങ് ആണ് കിങ് ഖാന്റെ ജിയജലെ. കിങ് ഖാന്റെ ജിയജലെ bloody tweet. തേർഡ് സോങ് ആണ് കോസ്റ്റ്യൂം സെൻസ് ഇല്ലാത്ത വെള്ള ബനിയനും വെള്ള പാൻറ്റും ഇട്ട് വയലിന്റെ നടുക്ക് ഒറ്റക്കിട്ടുന്ന ഡാൻസ് കളിക്കുന്ന പാട്ട്. ഒരു ക്യൂളി സ്റ്റെപ്പ് വീണ്ടും തെണ്ടി അതിന്റെ കോറിയോഗ്രാഫി. ഇത്ര വലിയൊരു മസിൽ മാനെ പിടിച്ചിട്ട് അതിന്റെ ഫുൾ കീഴ് സ്റ്റെപ്പ്. ബൈക്കിന്റെ മുകളിൽ കൂടെ ചാടുന്നു. ഒറ്റയ്ക്കുള്ള ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളീ പറഞ്ഞില്ലേ, ഡാൻസ് ലൈക്ക് നോബഡി ഈസ് വാച്ചിങ് എന്നൊക്കെ. ആ കോൺഫിഡൻസ് ആണ് എനിക്ക്. എടുത്തും കട്ട് ചെയ്ത് കളയും, കാണാൻ പറ്റിയില്ല ബാക്കി. ഒറ്റയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ഡാൻസ് കളിക്ക് നിൽക്കൊക്കെ അത്ര പുത്തരിയൊന്നുമല്ല. നിങ്ങൾക്ക് കുലാസ ഓർമ്മയില്ലേ? ലാസ്റ്റ് സോങ് ആണ് ചിക്സിന്റെ ഇടയിൽ കിടന്ന് മീനു വിരകുന്ന പാട്ട്. ഗൈസ് 4 മാസമായിട്ട് ഞാൻ ഈ പാട്ട് കേൾക്കുകയാണ്. ഇന്ന് വരെ എനിക്ക് ഈ പാട്ടിന് ലിറിക്സ് എന്താ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ അടിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ ദയവ് ഇത് കമന്റ് ബോക്സിൽ ഇടുക. എനിവേസ്, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, ഷിപ്പിംഗ് കോസ്റ്റ്. ഓക്കെ, ഇനി ഈ സിനിമ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് കാലിന് സ്വാധീനം ഇല്ലാത്തൊരു പെണ്ണിനെ വായി നോക്കുകയാണ്. ആ കാലിന് സ്വാധീനമില്ലാത്ത പെങ്കൊച്ചിനെ പോലെ ഇവൻ വെറുതെ വിടുന്നില്ല. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവൻ മിടുക്കനും ഞാൻ ഊളനും ആവും. ഇവരാളെ ശരിയല്ലല്ലോ. ഗൈസ്, നിങ്ങൾക്ക് ഇസ്ര ആരാന്ന് അറിയണമെങ്കിൽ ഫോർഗോട്ടൻ മലയാളം മൂവി സീസൺ 1 എപ്പിസോഡ് 7 എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. സീസൺ 1 എൻ്റെ ഫേവറേറ്റ് എപ്പിസോഡാണ് ഇസ്ര ദ ഈഗിൾ മാൻ. ഇസ്രക്കത്തെ ഇവിടെ കാര്യം ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഈ തൊട്ടിപ്പടം ഒരു യൂണിവേഴ്സ് ആണോ? എനിവേസ്, വിനു ഇങ്ങനെ കാലിന് സ്വാധീനം ഇല്ലാത്ത കുട്ടിയെ വായി നോക്കുന്നത് ജഗതി പോയി തൃപ്തയുടെ അടുത്ത് പറഞ്ഞോളൂ. ദേഷ്യം വന്ന തൃപ്ത വിനുവിൻ്റെ മുറിയിൽ പോയി നോക്കുമ്പോൾ അവിടെ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ. ഇതും കൂടെ കണ്ടിട്ട് വിനുവിനെ കട്ടയ്ക്ക് സംശയിച്ച തൃപ്ത വിനുവിനെ ചോദ്യം ചെയ്യും. അപ്പം വിനു ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. പരസ്പര ബന്ധമില്ലാത്തൊരു ഫ്ലാഷ് ബാക്ക്, ഷിപ്പിംഗ് നടക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക്. നേവൽ ഓഫീസേഴ്സ് ട്രെയിനിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ ട്രൂപ്പിലൊരു കരുത്തൻ. ബേസിക്കലി പണ്ട് വിനു ഒരു നേവൽ ഓഫീസർ ആയിരുന്നു. ആൻഡ് വിനുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആനന്ദ്. ഇവർ ചടി ബഡീസ് ആയിരുന്നു. ഒരു ദിവസം ആനന്ദ് അവൻ്റെ അമ്മ മരിച്ചവനെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. ഇതൊന്നും കാണാൻ അമ്മയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അപ്പൊ ആശ്വസിപ്പിക്കാൻ അറിഞ്ഞൂടാത്ത വിനു പറയും, പോട്ടെ അമ്മ മരിച്ചത് നല്ലതാന്ന് വിചാരിച്ചാൽ മതി. അതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മൂഡൌട്ടാണ്. എല്ലാം നല്ലതെന്ന് വിചാരിക്കാം. എന്നിട്ട് വിനു പറയാം, അമ്മ മരിച്ചൊക്കെ പോട്ടെ, വാ റോഷൻ ബാത്തോടെ ബർത്ത്ഡേ പാർട്ടിക്കോ. എല്ലാം നല്ലതെന്ന് വിചാരിക്കാം.
ആ, നാളെ നമ്മൾ റോഷൻ മാത്യുവിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. നീ റെഡി ആയിട്ടിരിക്കണം. ഞാൻ വരും. നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കാം, പക്ഷെ മദ്യപിക്കാൻ എന്നെ നിർബന്ധിക്കണം. അതൊക്കെ അപ്പോ നമുക്ക് പാർട്ടി വെച്ച് തീരുമാനിക്കാം. ഏത് പട്ടിയെ ഞങ്ങൾ വിളിച്ചേ? എന്നിട്ട് അവർ അന്ന് വെറും 12 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്ന റോഷൻ മാത്യുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ചില്ലി. അതാണ് ആ സോങ്. Now if you remember, ആനന്ദ് വിനുവിനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടായിരുന്നുള്ളൂ. എത്ര വേണമെങ്കിലും പാർട്ടി ചെയ്യാം, പക്ഷെ കള്ളു കൊടുക്കരുത്. അടിച്ചു പൊളിക്കാം, പക്ഷെ മദ്യപിക്കാൻ എന്നെ നിർബന്ധിക്കണം. And Ikka being the naughty dude that is, exactly അത് തന്നെ ചെയ്യും. ഇനി ഈ സിനിമ സംഭവിക്കാൻ പോകുന്നതാണ് ഈ സിനിമയിൽ വഴിത്തിരിവാകുന്നത്. ബേസിക്കലി പാർട്ടി കഴിഞ്ഞു, ആനന്ദിനെ കാണാനില്ല. So basically what happened is നമ്മുടെ കുക്കു ആനന്ദ് കുക്കു അടിച്ച് കുത്തര വെള്ളത്തിൽ വീണ് ചത്തു. ആ ശാപം പിടിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത് മദ്യം അവൻ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ധരിച്ച് വീണ്ടും വീണ്ടും കുടിച്ച് ബോധം നഷ്ടപ്പെട്ട് അവൻ ഷിപ്പിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. എന്തൊരു മോയന്ത് പണം. അയ്യോ പോട്ടേക്ക, സങ്കടപ്പെടാതെ. ആനന്ദിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്ന്. ഇത്രയും ലോങ് ടൈം ഞാൻ എൻ്റെ വീട്ടുകാരെ പിരിഞ്ഞിരുന്നിട്ടില്ല വിനു. അതെന്തായാലും ഒക്കെ സാധിച്ചു കൊടുത്തു. ശവമാക്കി പാർസലാക്കി വീട്ടിലെത്തിച്ചു. ഗുഡ് ജോബ്. ഓക്കെ, സോ ഇതെല്ലാം ഇഫ് യു റിമെമ്പർ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ഇക്ക തൃപ്തയോട് പറഞ്ഞ ഫ്ലാഷ് ബാക്ക്. പക്ഷേ ഈ ഫ്ലാഷ് ബാക്ക് കഥ അത്രയ്ക്ക് പൊട്ടിക്കൂറായതുകൊണ്ട് തന്നെ തൃപ്ത ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ക്വൈറ്റ് നാച്ചുറൽ. വെരി ഗുഡ്. സിമ്പതി വർക്കൗട്ട് ചെയ്യുന്ന കള്ളക്കഥകൾ. അപ്പോൾ വിനു പറയാം, അയ്യോ പ്ലീസ് വിശ്വസിക്കണം, ആക്ച്വലി ആനന്ദിൻ്റെ പെങ്ങളാണ് ആ കാലിന് സ്വാധീനം ഇല്ലാത്ത പെൺകുട്ടി. അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് വിനു ഇവിടെ വന്നത്. ആനന്ദ് മരിച്ചോടെ വിനുവിൻ്റെ ഷിപ്പിലെ ജോലി പോയി, പുതിയൊരു ജോലി കിട്ടി, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് വേണം ആനന്ദിൻ്റെ പെങ്ങളുടെ കല്യാണം നടത്താനെന്നൊക്കെ. പക്ഷേ ഈ കഥ മൊത്തത്തിൽ അത്രയ്ക്ക് തൊട്ടിയായതുകൊണ്ട് തന്നെ തൃപ്ത സ്റ്റിൽ വിശ്വസിക്കാതെ നടന്നു പോകും. ഇനി എങ്ങനെ വിനു ഒരു ജോലി കണ്ടെത്തി പൈസ ഉണ്ടാക്കി ആനന്ദിൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തും എന്നാണ് ബാക്കി കഥ. എനിക്കറിയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥയും ഇത്രയും നേരം പറഞ്ഞ കഥയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന്. പക്ഷെ അതുകൊണ്ടാണല്ലോ ഞാൻ ഈ സിനിമ റിവ്യൂ ചെയ്യുന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. തള്ളു വണ്ടി. ഞാൻ ഇങ്ങനൊരു സന്ദർഭത്തിൽ ആരും എന്ത് ചെയ്യും, ഫ്രണ്ടിൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി നല്ലൊരു ജോലി കണ്ടുപിടിച്ച് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി. ഇക്കയും അതുപോലെ നല്ലൊരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി. എവിടുന്ന് ഇക്ക തീരുമാനിക്കും പൈസ ഉണ്ടാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ടോ? 25 കാറ് നിന്റെ കൈക്ക് പുറത്തൂടെ കയറ്റിയേ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതാ എനിക്കും ചോദിക്കാനുള്ളൂ. ഭ്രാന്തുണ്ടോ 25 കാറ് കൈ കൂടെ കയറ്റാൻ? വേറെ വല്ല പണിക്കും പൊക്കൂടെ? 25 കാറ് നിന്റെ കൈക്ക് പുറത്തൂടെ കയറ്റിയേ. But apparently yes, dude's really crazy. Not kidding guys. അടുത്ത സീൻ തൊട്ട് സിനിമയുടെ ട്രാക്ക് തന്നെ മാറും. ഒരു എത്തും പിടി കിട്ടൂല എന്താ സംഭവിക്കണ. നിക്ക തീരുമാനിക്കും 25 കാറ് കൈ കൂടെ കയറ്റാൻ പോണെന്ന് ഫ്ലക്സ് ബോർഡ് അടിച്ചു വെക്കും. മഞ്ഞക്കുളം നെഹ്റു മൈതാനിയിൽ ബോഡി ബിൽഡർ ശ്രീ വിനോദ് കുമാറിന്റെ അതിസാഹസിക പ്രകടനം ഇന്ത്യൻ പടക്കപ്പൽ മുതൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരെ വലിച്ചു നീക്കിയ ഉരുക്ക് ഹസ്തങ്ങളുമായി. പടക്കപ്പലും ഇന്റർനാഷണൽ ഫ്ലൈറ്റ് വലിച്ചു നീക്കിയെന്നോ? ആര്? ഇക്കയോ? ഇന്ത്യൻ പടക്കപ്പൽ മുതൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരെ വലിച്ചു നീക്കിയ ഉരുക്ക് ഹസ്തങ്ങളുമായി. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ റെസ്യൂമൊക്കെ വായിച്ചു നോക്കി, ഇതുപോലെ തന്നെ ഇരിക്കും. എന്തായാലും കൊള്ളാക്ക, ഒരു തള്ളു വണ്ടി. ഇക്ക തള്ളു വണ്ടി എന്ന് വെച്ചാൽ വണ്ടി തള്ളാനല്ല. ഓക്കെ, വാട്ട് ദ ഫക്ക് ഈസ് ഹാപ്പനിങ് ഹിയർ? അമ്മായി ഫിഷ് ഫ്രൈ. ഓക്കെ അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇക്കയുടെ കൈ കൂടി 25 കാറുകൾ കയറി ഇറങ്ങാണ്. ഇക്കയുടെ കണ്ണിൽ കൂടെ വെള്ളം വരികയാണ്. ഇക്ക ഇന്നേ വരെ ലൈഫിൽ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ചോദ്യം ചെയ്യുകയാണ്. പെട്ടെന്ന് ഔട്ട് ഓഫ് നോ വെയർ ഇക്കനെ കൊല്ലാൻ ഒരാൾ വരും. അയാൾ ഈ സിനിമയ്ക്ക് ഇതിന് മുമ്പോ ഇല്ല
ഇതിന് ശേഷവും ഇല്ല. ജസ്റ്റ് ഈ സീനിൽ ഇക്കരെ കൊല്ലാൻ വരും. അയാൾ ആരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്താൽ നിങ്ങളൊരു ട്രൂ അപ്പൂപ്പൻ ബോയ്സ് ഫാൻ ആണെങ്കിൽ അത് 5 സെക്കൻഡ് തന്നെ കമന്റ് ബോക്സിലുണ്ട്. ഓക്കെ ഗൈസ്, ടൈം കഴിഞ്ഞു. അയാളാണ് എല്ലാ സിനിമയിലും എവിടുന്നോ വന്നിട്ട് എങ്ങോട്ടോ പോകുന്ന മാഫിയ ശശി. ഒരു ഫൺ ഫാക്ട് പറഞ്ഞുതരാം. ഈ സിനിമയുടെ ഡയറക്ടർ KR രാംദാസ് തന്നെയാണ് നരകാസുരനെ ഡയറക്ട് ചെയ്തത്. നരകാസുരനിൽ ഈ എക്സാക്ട് സെയിം സീനുണ്ട്. സിനിമയിൽ അത്രയും നേരം ഇല്ലാത്ത മാഫിയ ശശി എവിടുന്നോ വന്ന് നടനെ കൊല്ലാൻ നോക്കും. അതാണ് മാഫിയ എന്ന് വിളിക്കുന്നത്. മാഫിയ പോലെയാണ്. ജസ്റ്റ് ചോദിക്കലും പറയലും ഒന്നുമില്ല, ജസ്റ്റ് കൊല്ലും. എവിടുന്നോ വന്ന മാഫിയ ശശി എന്തിനോ വേണ്ടി ഒരു കാർ ഇക്കണം നെഞ്ചത്തോട് ഇടിച്ചു കയറ്റാൻ നോക്കും. ആൻഡ് ഇക്ക ഈ ഫുള്ളി ആക്സിഡറേറ്റും കാറിനെ തടഞ്ഞു നിർത്തും. ഓക്കെ, ഇനി ചെറിയൊരു സയൻസ് ടൈം. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ആലോചിക്കണം. ഒരു ഫുള്ളി ആക്സിലറേറ്റിംഗ് കാറിനെയാണ് ഇക്ക തടഞ്ഞു നിർത്തിയേക്കുന്നത്. ഇവിടെ 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്ന്, ഫുള്ളി ആക്സിലറേറ്റിംഗ് കാർ ജയിക്കും, അത് ഇക്കയുടെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങും. അങ്ങനെ സംഭവിച്ചാൽ ഇക്ക തട്ടിപ്പോ കഥ അവിടെ തീരെ കുറച്ച് ശോകവും. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്ക ഒരു ഫുള്ളി ആക്സിലറേറ്റിംഗ് കാറിനെ തള്ളി ബാക്കിലോട്ട് നീക്കും, അത് കുറച്ച് ഓവറായി പോവും, അത് ശോകവും. ബേസിക്കലി ഡയറക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റത്തേക്ക് 2 പേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കും. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡയറക്ടർ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നേരെ മാഫിയ ശശിയുടെ ചിണ്ടാമണി പൊട്ടുന്ന ഷോട്ട് കാണിക്കും. ഇടിച്ച് സോമരസമാക്കി. മാഫിയ ശശിയുടെ ഉണ്ടടിച്ച് മണ്ട കയറ്റി സന്തോഷത്തിൽ മാഫിയ ശശി ആരാന്ന് പോലും അറിയൂടാത്ത ആൾക്കാരെല്ലാം കൂടെ കൈയടിക്കും. അടുത്ത സീൻ എന്തെന്ന് വെച്ചാൽ മാഫിയ ശശിയുടെ ഉണ്ടടിച്ച് പൊട്ടിച്ച കാശുകൊണ്ട് വിനു ആനന്ദിന്റെ വീട്ടുകാർക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കും. ഐ നോ മാൻ, സച്ച് എ വിയർഡ് സെന്റൻസ്. ആരതിന്റെ വിവാഹത്തിന് വേണ്ട ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ്. അപ്പൊ ആനന്ദിന്റെ അച്ഛൻ സ്വാഭാവികമായിട്ടും ചോദിക്കും, എനിക്ക് എന്തിനാ ഈ സ്വർണവും പണവും എല്ലാം കൊണ്ട് തരുന്നതെന്ന്. എന്റെ മകളുടെ വിവാഹത്തിന് ഇതൊക്കെ വിനു കൊണ്ടുവരാൻ കാരണം? അപ്പൊ വിനു പറയും, ജസ്റ്റ് പണ്ട് ജസ്റ്റ് അറിയാതെ കുറച്ച് കള്ളം എടുത്തിട്ടും നിങ്ങളുടെ മോനെ ബോധം കെടുത്തിയും ഷിപ്പിൽ നിന്നും തള്ളിയിട്ടായിരുന്നു. പുരുഷനെ അനുഗ്രഹിക്കണം. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട പുരുഷ കലിപ്പോവും. എന്റെ മകൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിച്ച വെച്ച കാലം മുതൽ അവൻ എനിക്ക് തന്ന ആനന്ദം കൊണ്ടാണ് അവനെ ഞാൻ ആനന്ദം എന്ന് പേരിട്ടത്. പിച്ച വെച്ച കാലം മുതൽ അവൻ എനിക്ക് തന്ന ആനന്ദം കൊണ്ടാണ് അവനെ ഞാൻ ആനന്ദം എന്ന് പേരിട്ടത്. ആനന്ദിന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പേരിട്ടത്. സോറി അപ്പൂപ്പ. ഓക്കെ, ഇനി നടക്കുന്ന കാര്യം കുറച്ച് സാഡാണ്. ബേസിക്കലി ഇക്ക കൈ കൂടി 25 കാറ് കയറ്റി ഇറക്കി മാഫിയ ശശിയുടെ ബോൾസ് ഇട്ടിച്ചുടച്ച് ഒരു വണ്ടി തള്ളി നിർത്തി ഉണ്ടാക്കിയ കാശ് കണ്ടിട്ട് അപ്പൂപ്പൻ പറയും, നിവർത്തിയില്ലെങ്കിലും വിഷം വാങ്ങാൻ പോലും ഇതിൽ നിന്നൊരു ചില്ലിക്കാശ് എടുക്കില്ലെന്ന് ഞാനും എന്റെ മക്കളും ശപഥം ചെയ്തു. സോ ബേസിക്കലി ഇക്കയുടെ കൈ ഒടിഞ്ഞു,
ഭാവ്യ ചേച്ചിയുടെ ബോൾസ് ഉടഞ്ഞു. ഇതിൽ നിന്നെല്ലാം കിട്ടിയ കാശ് അപ്പൂപ്പന് വിഷം വാങ്ങിക്കാൻ പോലും വേണ്ട. നിവർത്തിയില്ലെങ്കിലും വിഷം വാങ്ങാൻ പോലും ഇതിൽ നിന്നൊരു ചില്ലിക്കാശ് എടുക്കില്ലെന്ന്. അവസാനം വിഷമം വന്നിക്ക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. അത് ടിക്ക ഇങ്ങനെ വിഷമിച്ച് റോഡിൽ കൂടെ നടക്കുമ്പോൾ തൃപ്ത ഓംനി വാനി വന്നിട്ട് കൈ കൊടുക്കും. പടം അങ്ങ് തീരും. Like the movie just fucking ends, leaving us with so many doubts. ആരതിൻ്റെ വീട്ടുകാരെ പൈസ എടുത്തോ? തൃപ്തയ്ക്ക് എങ്ങനെ വിനുവിനോട് വീണ്ടും സ്നേഹം തോന്നി? തൃപ്ത എന്തിനാ ഓംനി വാൻ ഓടിച്ചു വന്നത്? മാഫിയ ശശി ആരാ? എനിക്ക് നൻപാൽ നേരത്തെ മയക്കം കണ്ടപ്പോൾ പോലും ഇത്ര സംശയമില്ലായിരുന്നു. ആൻഡ് യെസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, എന്തിനാ പനിനീര് ബാൻ ചെയ്തത്? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മൾ റിവ്യൂ ചെയ്യണമുള്ള മൂവീസ് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഗൈസ്, നിസ്സാരം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങും. അതുകൊണ്ട് അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആംഗ്ലോസ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഡിങ് ഡിങ്.